ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ഡോക്ടർ ലാൽ രഞ്ജിത്ത്. കേട്ടിട്ടൊക്കെ എല്ലാവരും തിരക്കിലായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലാവരും മാത്സിൻ്റെ ചെറിയൊരു പ്രശ്നം, മാത്സിൻ്റെ ഒരു ബേസിക് ചില ആൾക്കാർക്ക് അറിയാത്തൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാത്സ് പലർക്കും ഒരു ടഫായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണക്കൊന്ന് രസാക്കി ചെയ്യുകയാണ്. അതിൻ്റെ ബേസിക് ഫോം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഫ്രാക്ഷനിൽ ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ പലപ്പോഴും അത് മനസ്സിലാകാത്തതിന് കാര്യം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ കോമൺ ലൈഫിൽ, നമ്മൾ സാധാരണ ലൈഫിൽ അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമുക്കത് ദശാംശം ഡെസിമലൊക്കെ വന്നതിന് ശേഷം അത് ഉപയോഗിക്കുന്നില്ല. എങ്കിലും നമുക്കിപ്പോഴും പഠന രീതിയിൽ അത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതിലേക്ക് ഞാനൊരു വോയിസ് ഓവർ രീതിയിലാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അതിലേക്ക് വരിക. സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഭിന്നസംഖ്യേൻ്റെ ഒരു ബേസിക്സ് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ബേസിക്സ് എന്ന് ഞാൻ പറയുമ്പം ഭിന്നസംഖ്യ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഒരു ഭിന്നസംഖ്യ എങ്ങനെ പറയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ നമുക്ക് റൗണ്ട് ആണെങ്കിൽ അത് നമ്മൾ 1 എന്ന് പറയും. അതിനെ പകുതിയാക്കിയാൽ അതിനെ 1/2 എന്ന് പറയും. അതിനെ 4 മാറ്റിയാൽ അതിനെ 1/4 എന്ന് പറയും. നമ്മളതിനെ വീണ്ടും 8 മാറ്റിയാൽ 1/8 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് എത്ര ചേർന്നാൽ 1 വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1/8 എത്ര എണ്ണം വേണം? 1/8ൻ്റെ ഒരു 8 എണ്ണം എഴുതി കഴിഞ്ഞാൽ അത് 1 ആവും. അപ്പോൾ 1/4 എഴുതുകയാണെങ്കിൽ എത്ര എഴുതണം? 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ 1 ആവും. 1/2 എഴുതുകയാണെങ്കിൽ എത്ര എണ്ണം എഴുതണം? 2 എണ്ണം എഴുതിയാൽ മതി, 1 ആവും. ഇത് നമുക്ക് എളുപ്പത്തിലുള്ളതാണ്. ഇനി ഇത് 1/2 നമ്മൾ ഈ ഒരു സ്ക്വയർ നമ്മൾ 3 ഭാഗിക്കുന്ന കണക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്ര ഡിഗ്രിയിലാണ് ഒരു വൃത്തത്തിനെ ഭാഗിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിനെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം 360 ഡിഗ്രിയാണ് ഒരു ബേസിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സർക്കിളിനെ 3 ഭാഗിക്കണമെങ്കിൽ നമ്മൾ ആംഗിൾ എടുക്കുക 120 ആണ്. 120 ആണ്. അപ്പോൾ 360 കിട്ടും. അപ്പോൾ നമ്മളിതിനെ 3 ഭാഗിച്ചത്. അതിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 1/3 ആണ്. ഓക്കെ, അപ്പം ഓരോ ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻ രൂപത്തിനും ഭിന്നസംഖ്യ രൂപത്തിനും അതിനനുസരിച്ചിട്ടുള്ള ആംഗിളുണ്ട്. അപ്പോൾ ഈ ആംഗിളും ഇത് തമ്മിലൊരു ബന്ധമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുത്തു, അതിനെ നമ്മൾ 2 ഭാഗിച്ചു എന്ന് പറയുമ്പം നമ്മൾ എത്ര ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത് നോക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രി കട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മളിനി അതിനെ തിരിച്ചിട്ട് 4 ഭാഗിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഡിഗ്രി വന്നിട്ട് 90 ആവും. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ 180 2 180 + 180 എത്രയാവും? 360 വരും. ഓക്കെ, ഈ 4 ഭാഗിക്കുമ്പോൾ 90 + 90 + 90 + 90 അതും എന്താവും? 360 ആവും. ഇത്തരത്തിൽ നമ്മളിനി ഇതിനെ വീണ്ടും നമ്മൾ 8 കഷ്ണമാക്കുമ്പോൾ 8 ഭാഗിക്കുകയാണെങ്കിൽ അത് എത്ര വരും? ഈ 90ൻ്റെ പകുതി 45 + 45 എത്ര എഴുതണം? അങ്ങനെ 8 തവണ എഴുതണം. അപ്പോൾ 8 പീസ്, അത് 360 വരും. ഈ തരത്തിലാണ് നമ്മൾ ഭിന്നസംഖ്യയും പിന്നെ ഈ കട്ടിങ്ങും സർക്കിളിൻ്റെ ഡിവിഷനും തമ്മിലൊന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് 5 ഭാഗിച്ച് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. 5 ഇപ്പോൾ ഒരു ഭാഗത്തിന് 5 ഭാഗിക്കുക എന്ന് പറയുമ്പം നമുക്ക് വരയ്ക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ 5 ആക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ 1 2 3 4 5 ഇപ്പോൾ ഒരേ എളുപ്പത്തിലായി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മളതിനെ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം 360 ഡിഗ്രീനെ 5 കൊണ്ട് ഹരിക്കുക. അപ്പം 72 ഡിഗ്രി കിട്ടും. അപ്പോൾ 5 ഭാഗിക്കുമ്പം 72 ഡിഗ്രിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അങ്ങനെ പലതരത്തിൽ ചോദിക്കാം. നമുക്ക് ഈ 9 ഭാഗിക്കാൻ എത്ര, 8 ഭാഗിക്കുക, 7 അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് ഈ 360/5 എത്രയാണോ എന്നുള്ളത് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ബേസിക് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നോർമലി നമുക്ക് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭിന്നസംഖ്യയുടെ സിമിലർ ഫ്രാക്ഷൻ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, അങ്ങനെയൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1/3 എന്ന ഭിന്നസംഖ്യ എന്ന് പറയുമ്പം അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. ഒരു സാധനത്തിനെ 3 ഭാഗിച്ചതിൽ ഒരു ഭാഗം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/2 എന്നത് എങ്ങനെ വയ്ക്കാം? ഒരു സാധനത്തിനെ 2 ഭാഗിച്ചതിൽ ഒരു ഭാഗം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂസ് ആവും. 1/3 + 1/2 നമുക്ക് ആഡ് ചെയ്യാൻ പ്രയാസമാണ്. എല്ലാവർക്കും പ്രയാസമുള്ളൊരു കാര്യമാണ്. എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് 1/3 ആണ്, ഇത് 1/2 ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. രണ്ടിൻ്റെ അളവും കിട്ടുന്ന തരത്തിൽ നിന്ന് ഒഴിക്കണം. അപ്പോഴാണ് നമ്മളിതിനൊരു കോമൺ ആയിട്ട് ഒരു പാത്രം എടുക്കും. ഇതിൻ്റെ വലുപ്പം ഇത്ര തന്നെ, സെയിം വലുപ്പം തന്നെ, പക്ഷേ അതിൽ കള്ളികൾ മാറ്റമുണ്ട്. അപ്പോൾ 3 അളക്കാൻ പറ്റും, 2 അളക്കാൻ പറ്റുന്നത് നമ്മളതിനെ LCM എന്ന് പറയും. അത് നമ്മൾ എടുക്കുക 3 2 6 കള്ളികളുടെ ഒരു സാധനം എടുക്കും. 1 2 3
4 5 6 1 2 3 4 5 6. ഓക്കെ. അപ്പോൾ ഇതേ സാധനം നമ്മൾ ഈ 1/3 ഇതിലേക്ക് ഒഴിച്ചു. 1/3 ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത്രയും ഭാഗം വരും അല്ലേ. ഈ 1/3 ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വരും. ഇതിവിടെ 1/2 സോറി 1/2 ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത്രയും ഭാഗം വരും. ഇതിന് പകുതി വരും. ഇനി ഈ 1/3 ഒഴിക്കുമ്പോഴോ 1/3 ഒഴിക്കുമ്പോൾ ഇവിടെ വരും. അപ്പം നമ്മൾ 1/3യും 1/3യും ഒഴിച്ച് കഴിഞ്ഞു. അപ്പം ഇതിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞു. അപ്പോൾ എത്രയാണ് വരിക? ഇതിപ്പോൾ എത്രയാണ് വരുന്നത്? ആകെ കള്ളികൾ 6. അതിലെത്ര കള്ളിയുണ്ട്? 5. അപ്പോൾ 5/6 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ 1/3 + 1/2 = 5/6 ആണ് വരിക. അപ്പോൾ നമ്മൾ 5/6 എങ്ങനെയാണ് നിങ്ങൾ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 കഷ്ണാക്കിയതിൽ 5 ഭാഗത്ത് ഫില്ല് ചെയ്ത് കിടക്കും. അത് പകുതിയും അല്ല 1/3 അല്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പകുതിയും അതിൻ്റെ തന്നെ 1/3 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ 5/6 എന്ന രീതിയിലാണ് കിട്ടുക. അപ്പോൾ എന്തിനുകൊണ്ടാണ് നമ്മൾ ഈ 5/6 എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സാധ്യതയില്ല പറയാൻ. അപ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 2 6 എടുത്തു. അതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ എടുക്കുന്നതിൻ്റെ രീതി അറിയാമല്ലോ. 3ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കുക. 3 6 9 12 എടുക്കുന്നു. 2ൻ്റെ എടുക്കുന്നു. 2 4 6 8 എടുക്കുന്നു. ഇതിലേറ്റവും ചെറിയ കോമൺ സാധനം എടുക്കുന്നു. അതാണ് നമ്മൾ LCM എന്ന് വിളിച്ചത്. ഓക്കെ. LCM എടുക്കാം. പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ LCMത്തിൻ്റെ ഒന്നും പോകേണ്ടില്ല, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പ്രൈം നമ്പർ അറിയാറ് 5 7 ഒക്കെ പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിൻ്റെ LCM എടുക്കാൻ പറഞ്ഞാൽ അതിന് ഓപ്ഷൻ ഉണ്ടാവില്ല. 3 7 5 35 എടുക്കാം. ഓക്കെ. ഒരു കണക്കൂടെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇപ്പോൾ 1/5 + 2/7 എന്ത് ചെയ്യും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ 5 7 35 അത് വരിക. ആ 35ലേക്ക് ഇത് മാറ്റണം. 35ലേക്ക് മാറ്റുമ്പം ഇത് എത്രയായിട്ട് മാറും? ഇത് 7 ആയിട്ട് മാറും. അപ്പം മുകളിൽ എത്രയായിട്ട് മാറും? 7/35 വരും. 1 പ്ലസ് ഇവിടെ എത്ര വരും? ഇവിടെ 7 5 5 2 10 10/35 വരും. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇതിങ്ങനെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/5 × 35 ആണ്. അപ്പോൾ 35നെ 1/5 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? ഇത് 7 വരും. അപ്പം 7/35. 35 മാറുന്നില്ല. ഇനി 2/7 × 35 ആണ് നമ്മൾ എടുക്കുന്നത്. അതും എത്ര വരും? ഇത് 5 വരും. 2 5 10 വരും. ബട്ട് ബേസ് ആയിട്ടുള്ളത് മാറുന്നില്ല. ബേസ് നമ്മൾ ഒരേ പാത്രത്തിലാക്കിയില്ലേ. അപ്പം 35 തന്നെ വരും. അപ്പം നമ്മൾ ഇതിന് എത്ര വരും? 17/35 വരും. 17/35 ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂസ് ആയിട്ടൊന്നും വേണ്ട. പ്രൈം നമ്പർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യാം എന്നിട്ട് ഇത് ചെയ്യും. ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. മൾട്ടിപ്ലിക്കേഷൻ 1/2 × 1/3 എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ മൾട്ടിപ്ലിക്കേഷനിൽ കണ്ടില്ല. ഇത് നമ്മൾ മോൾ ഭാഗത്തിന് നമ്മൾ ഗുണിക്കുന്നു ആൻഡ് 1/6. അപ്പം എന്താ ചോദിക്കുകയെന്ന് വെച്ചാൽ 1/2 എന്ന സാധനത്തിൻ്റെ പകുതിയായ ഒരു സാധനത്തിൻ്റെ 1/3 ഭാഗം എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിൽ വരയ്ക്കേണ്ടത്. ഇതൊരു പകുതിയായ ഒരു സാധനം. ഈ പകുതി എടുത്ത സാധനത്തിൻ്റെ എത്രയാണ് ചോദിക്കുന്നത്? 1/3. ഇതിനെ വീണ്ടും 3ആക്കി മുറിച്ചാൽ എത്ര ഉണ്ടാവും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഷ്ണത്തിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ശരിക്കും 3ആക്കി മുറിക്കുകയാണ്. അതിലൊരു കഷ്ണം എത്രയാണെന്ന് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അതിലൊരു കഷ്ണം എന്ന് പറയുമ്പോൾ ഇത് 3ആക്കിയില്ലേ മുറിച്ചത്. അപ്പം ഇവിടെയും 3ആക്കി കൊടുത്താൽ എത്ര ഒരു ആകെ 6 കഷ്ണം. 6 കഷ്ണത്തിൽ ഒരു കഷ്ണം. അപ്പോൾ അതുകൊണ്ടാണ് 1/6 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എന്ന് പറയുന്നത് 1 അല്ല. അപ്പോൾ 1നെ വീണ്ടും 1/3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് എത്രയായി മാറും? എന്തായാലും അത് വീണ്ടും ചെറുതാവാണ് സാധ്യതയുള്ളൂ അല്ലേ. 1/2 തന്നെ ചെറുതാണ്. അതിനെ 1/3 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അരയെക്കുറിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെറുതാവുക ചെയ്യാം. ഇപ്പോൾ 1നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആവും. അപ്പോൾ 1ൽ കുറവുള്ള സാധനത്തിന് എന്തുകൊണ്ട് 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാലും ഒരു സെക്കൻഡ് ഗുണിച്ച് കഴിഞ്ഞാൽ വരില്ല. അപ്പം 1/3 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3/3 1ആയിട്ട് വരും. പക്ഷേ 1/3 × 1/3 എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു ഫ്രാക്ഷനെ കൊണ്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഖ്യ എന്താവുള്ളൂ? കൂടാൻ സാധ്യതയില്ല. അത് നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു ബേസിക്കാണ്. ഏതൊരു സംഖ്യയും ഒരു ഫ്രാക്ഷൻ കൊണ്ടാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടില്ല. ഇപ്പോൾ
ഇപ്പോൾ ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ പറയും, ഇപ്പോൾ ABCD തന്നിട്ട് നിങ്ങളോട് പറയും ഇത് 1-ൽ കൂടുതൽ, B ഒന്നിൽ കുറവ്, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ബേസിക് അറിവ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/3 ഒരിക്കലും ഏത് സംഖ്യേനെ 1/3 ഏത് സംഖ്യേനെ ഒരു ഭിന്നസംഖ്യ കൊണ്ടാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താ ചെയ്യാം, കുറയുകയാണ് ചെയ്യാം. ഇപ്പോൾ ഉള്ള വാല്യൂവിനെക്കാട്ടും കുറയും, 1/3ൻ്റെ വാല്യൂവിനെക്കാട്ടും കുറയും. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഉത്തരമായിട്ട് പറയാം 1/3നെക്കാട്ടും കൂടുതൽ, അതുപോലെ 1/3 തന്നെ, അല്ലെങ്കിൽ 1/3യിൽ കുറവ്, അങ്ങനെ പറയാം. 1/3 കുറവാണ് ആൻസർ പറയേണ്ടില്ല, 1/3 കുറവെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഭിന്നസംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഭിന്നസംഖ്യയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴും അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. ഇപ്പം ഒരു പൂർണ്ണസംഖ്യയാണെന്ന് വിചാരിച്ചു, അപ്പോൾ 2 വിചാരിച്ചു. അപ്പോൾ 2നെ വീണ്ടും നമ്മൾ 1/2 കൊണ്ട് ഗുണിക്കുകയെന്ന് വിചാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്, 2നെ അര കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2നെ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ 2ആക്കി ഭാഗിക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ 2നെ ഇതാക്കി നോക്കുമ്പോൾ എന്തായി മാറും, 1 മാറും. 2നെ അര കൊണ്ട് ഗുണിച്ചാൽ 1. എങ്ങനെയാണ് വരുന്നത്, 2ൻ്റെ പകുതിയാണ് ശരിക്കും, 2ൻ്റെ പകുതിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 മാറും. ഇനി 2നെ 1/4 കൊണ്ട് ഗുണിക്കുകയാണെങ്കിലും 2നെ 1/4 കൊണ്ട് ഗുണിക്കുക, അതിൻ്റെ 4 കഷ്ണമാക്കണം എന്നർത്ഥം. 2നെ 4 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണത്തിന് എത്രയുണ്ടാവും, 2നെ 4 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണം അരയായിരിക്കും അല്ലേ. 2നെ ഒരു 4 കഷ്ണമാക്കി ഇങ്ങനെ ഉണ്ടാവില്ലേ അല്ലേ. 2നെ 4 കഷ്ണമാക്കിയാൽ ഒരു ഹാഫ്. അപ്പോൾ എത്ര വരും, 4 ഹാഫ്. 4 ഹാഫിൽ ഒരു ഹാഫാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എത്ര വരും, ഉത്തരം 1/2 വരും. അപ്പോൾ ഇത്തരത്തിൽ കണക്കുകൾ വരാം. ഇത് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ബേസിക് ഓർത്ത് വെക്കുക, ഇതിനുള്ളിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നോക്കൂ, 1/3 എന്ന സംഖ്യേനെ നമ്മൾ ഒരു സാധാരണ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്. 1/3 × 1/3 എന്ന് പറയുമ്പോൾ ഇത് 1/3 കുറയാനുള്ള കാരണം ഇതൊരു സാധാരണ ഭിന്നസംഖ്യ. നിങ്ങൾക്ക് അതിന് ഭിന്നസംഖ്യകൾ 3 തരത്തിൽ നിങ്ങൾ അറിയാലോ. ഒന്ന് സാധാരണ ഭിന്നം, ഒന്ന് വിഷമ ഭിന്നം എന്ന് പറയും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇതൊരു സാധാരണ ഭിന്നസംഖ്യ ഗുണിക്കുമ്പോഴാണ് നമ്മൾ 1/9 എന്ന രീതിയിൽ ഇത് ചെറുതാവുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയാം 1/9 എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത് ഇത് ചെറിയ സംഖ്യയാണെന്ന് ഓർത്ത് വെക്കണേ. ചില ആൾക്കാർക്ക് ഇപ്പോഴും 9 കാണുമ്പോൾ വലുതെന്നൊക്കെ പറയുന്ന സ്വഭാവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഈ 1/3നെ തന്നെ ഒരു മിശ്ര ഭിന്നം അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കൊണ്ട് ഗുണിക്കുകയാണെങ്കിലോ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 3/2 എന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പം ഇത് 1നെക്കാട്ടും വലുതാണ് ഈ സംഖ്യ അല്ലേ. ഈ സംഖ്യ 1നെക്കാട്ടും വലുതാണ്. അപ്പോൾ 1നെക്കാട്ടും വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഈ ഒരു സംഖ്യേൻ്റെ വാല്യൂ കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മതി. ഇതൊരു ഇംപ്രോപ്പർ ആണ്, ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1ൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 1/3യിൽ കൂടുതലായിരിക്കും. 1/3യിൽ കൂടുതലായിരിക്കും. അപ്പം ഇത് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കൂ, 1/3 × 3/2 എന്ന് പറഞ്ഞാൽ എത്ര വരും, 3/6 എന്ന് പറയും. 3/6 എന്ന് പറഞ്ഞാൽ എത്ര വരും, 1/2 ആണത്. 3/6 എന്ന് പറഞ്ഞാൽ 1/2 ആയത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് അടുത്ത് പഠിക്കാം. അപ്പോൾ ഈ ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ സംഭവം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ചെയ്യാനുള്ളത് സിമിലർ ഫ്രാക്ഷനാണ്. സിമ്പിളാണ് സിമിലർ ഫ്രാക്ഷൻ. പക്ഷേ ആൾക്കാർക്ക് പലപ്പോഴും സംശയം വരും, ഇതിൽ പെടുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ 3/5 എന്ന സംഖ്യയുടെ സിമിലർ ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഞങ്ങൾ കണ്ടെത്തുന്നത് സാധാരണ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സംഖ്യയുടെ മുകളിലും താഴെ ഭാഗത്തെ ഒരേപോലെ ഗുണിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് 2 കുട്ടികളുണ്ട്, 2 കുട്ടികൾക്ക് ഒരേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അടിയുണ്ടാവില്ല പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 2 പേർക്ക് ഒരേപോലെ ചെയ്യാം. ഇപ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ടാണ് ഗുണിക്കണമെങ്കിൽ ഇതിനെ 2 മണിക്ക് ഇതിനെ 2 മണിക്കുക. അപ്പോൾ എത്ര വരും, 6 വരും. ഇവിടെ എത്ര വരും, 10 വരും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 5 10 ആവുന്നു, 3 6 ആവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ഈ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച ഉത്തരമാണിത്. ഇവിടെ എന്ത് ചെയ്ത് 2 കൊണ്ട് ഗുണിച്ച ഉത്തരമാണിത്. ഇത് നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ച് നോക്കൂ. 3 ഗുണിക്കുമ്പോൾ എത്ര വരും, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9/15 വരും. 4 കൊണ്ട് ഗുണിച്ച് നോക്കൂ, 12/20 വരും. ഇനി 5 കൊണ്ട് ഗുണിച്ച് നോക്കൂ, 15/25 വരും. ക്ലിയർ? ഈ തരത്തിൽ നമുക്ക് 10 കൊണ്ട് ഗുണിച്ച് നോക്കൂ, 30/50 വരും. 100 കൊണ്ട് ഗുണിച്ച് നോക്കൂ, 300/500 വരും. ഇതൊക്കെ ഇതിൻ്റെ സിമിലർ ഫ്രാക്ഷൻ. അപ്പോൾ സിമിലർ ഫ്രാക്ഷൻസ് ഏറ്റവും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന 2 ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ സാധ്യത നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റണം. സിമ്പിൾ കണക്കുകളിൽ ചോദിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഭിന്നസംഖ്യ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇംപ്രോപ്പറിനെ പ്രോപ്പർ ആക്കുക, മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക എന്നുള്ളതാണ് സാധാരണഗതി ചോദിക്കുന്ന ഒരു ചോദ്യം. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് നമുക്കൊക്കെ അറിയുണ്ടാവും.
ഒന്ന് നോക്കാം നമുക്ക്. വളരെ സിമ്പിളാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇതുകൊണ്ട് ഗുണിച്ച് ഇത് ഇട്ടാൽ മതി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. ഇത് നമ്മൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. നമ്മൾ ഈ 3.5 എന്നുള്ളത് നമ്മൾ 3ഉം അരയുമായിട്ട് നമുക്കറിയാം അല്ലേ. 3ഉം അരയാണ്. ഈ 3 ഞാൻ വീണ്ടും ഈ 1 1 1 എഴുതുന്നത് ശ്രദ്ധിക്കണേ. 1 1 1 ശരിയല്ലേ. പിന്നെ ഒരു അരയെ നമ്മളെടുത്ത് എഴുതി. അപ്പോൾ ഇങ്ങനെ വന്നേ. പിന്നെ ഈ 1 എന്നുള്ളത് ഞാൻ 2 അരയാക്കി എഴുതി. കുഴപ്പമില്ലല്ലോ. 2 അരയാക്കി എഴുതി ആരോടും ചോദിക്കണ്ടല്ലോ. 2 അര ചേർന്ന 1 അല്ലേ. അങ്ങനെ നമ്മൾ ഇതും എഴുതി. അപ്പോൾ എത്ര അരയായി ഇപ്പം? ഈ ഒരു ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, അതും എടുത്തെഴുതി. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7. ഇതാണ് നമ്മൾ ശരിക്കും പറയുന്ന 7 അരകൾ. ഓക്കെ, 7 അര എന്നാണ് നമ്മൾ ശരിക്കും എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 7/2 എന്ന് പറയുന്നത്. 7 അരകൾ ചേർന്നതാണ് ഇത് ശരിക്കും. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി എളുപ്പത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മാർഗ്ഗം എന്താണ്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. 3നെ 2 കൊണ്ട് ഗുണിക്കുക, അതിൻ്റെ മുകളിലത്തെ 1 കൂട്ടുക, എന്നിട്ട് റെഡി ചെയ്ത് തന്നെ ഇടുക. അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഇതിനെ 7 അരകളായിട്ട് പറയാം. 7 അരകളായിട്ട് പറയാം. അപ്പോൾ 7 × 1/2 ശരിക്കും പറഞ്ഞാൽ ഇത് 7 × 1/2. അപ്പോൾ എത്ര വരും? 7/2. ക്ലിയർ ആണോ? ഈ തരത്തിലാണ് ഇതിൻ്റെ മാറ്റം വരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ 3ൽ എത്ര എങ്ങനെയാണ് നമ്മൾ മാറ്റുക? നോർമലി നമുക്കറിയാം എത്ര വരിക. 3 4 12 എണ്ണം 14/3 നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 14 1/3 ഉണ്ട് എന്നാണ്. 14 1/3 അല്ലേ. 14 1/3 എങ്ങനെയാണ് ഈ 14 കിട്ടുന്നത്? 14 എവിടെ നിന്നാണ് കിട്ടുന്നത്? ആക്ച്വലി വരുന്നത് എങ്ങനെയാണ് നോക്കും. ഇപ്പം 4 നമ്മളിത് നേരത്തെ എഴുതിയ പോലെ 1 1 1 1 എഴുതി 4നെ. പിന്നെ 2/3 അവിടെ നിന്നോട്ടെ. 2/3 നമുക്ക് മാറ്റാം. ഇനി 1നെ നമ്മൾ എന്ത് ചെയ്തു? 1നെ നമുക്ക് ഇതിൽ ഏറ്റവും ചെറിയ 1/3. ഇതിപ്പം 2/3 അല്ലേ. അപ്പോൾ 1/3 1/3 അപ്പോൾ 1/3 ആക്കിയിട്ട് എഴുതിയാൽ 1നെ എത്ര എഴുതാൻ പറ്റും? 1/3 + 1/3 + 1/3 എന്ന് എഴുതാം അല്ലേ. ഇതിനെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം? 1/3 + 1/3 + 1/3 എന്ന് എഴുതാം. ഇതുപോലെ നമുക്ക് സംഭവം റിപ്പീറ്റ് ചെയ്താൽ എത്ര കിട്ടുന്നതാണ് ഞാൻ നോക്കുന്നത്. എത്ര കിട്ടും? ആകെ 1 2 3 12 കിട്ടും. ഇനി ഈ 2/3 നമുക്ക് എന്ത് ചെയ്യാം? 1/3 1/3 എന്നീ കൂടെ. അപ്പോൾ ആകെ എത്രയായി? 1 2 3 4 5 6 7 8 9 10 14 കിട്ടും. ഈ 14 1/3 ആണ് സത്യം പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുമ്പോൾ മാറുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ചേഞ്ച്. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഇതിൽ എത്ര 1/3 ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ഇപ്പം 4 2/3 എത്ര 1/3 ഉണ്ട് എന്ന് എളുപ്പം മനസ്സിലാവും. 4 2/3 എത്ര 1/3 ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റണം. അതെങ്ങനെ പറയാൻ പറ്റുക വെച്ചാൽ ഇതേപോലെ നമുക്ക് ഡിവിഷൻ ചെയ്താലും മനസ്സിലാവുള്ളതിൽ 14 എന്നാണ് ഉത്തരം. 14 1/3 ഇനി എത്ര 2/3 ഉണ്ട് ചോദിച്ചാലോ? 2/3 എത്ര ഉണ്ട് ചോദിച്ചാൽ 1/3 14 ആണെങ്കിൽ 2/3 എത്ര ഉണ്ടാവും? 1 കൂടുതലല്ലേ. അപ്പോൾ 7 ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ബേസ് ഫോം മനസ്സിലാവണം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സിമിലർ ഫ്രാക്ഷൻ മനസ്സിലാക്കി, ചേഞ്ചിങ് മനസ്സിലാക്കി. ഇനി തിരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യും നോക്കൂ. ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് തന്നതെങ്കിൽ, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് തന്നതെങ്കിൽ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം? ഇപ്പോൾ 4/2 4/3 ആയിക്കോട്ടെ. 4/3 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? എന്താണ് ഇതിലെ കൺസെപ്റ്റ്? ഇതിലെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ എത്ര 1/3 ചേർന്നാണ് നോക്കാൻ പറ്റുന്നത്. ഇത് എത്ര 1/3 ചേർന്നാൽ 1/3 + 1/3 + 1/3 + 1/3 ശരിയല്ലേ? അങ്ങനെയല്ലേ? 4 എണ്ണം അല്ലേ. ഇതിപ്പോൾ 4 × 1/3 എന്ന് പറയുന്നത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ അത് അല്ലേ. 4/3 എന്ന് പറയും 4 × 1/3 3 അപ്പോൾ ഇതിൽ 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ചേരുമ്പോൾ നമ്മൾ 1/3 1/3 1/3 ചേർന്ന 3/3 ആയില്ലേ. പ്ലസ് പിന്നെ എത്രയുള്ളത്? 1/3. ഈ 3/3 എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ. പിന്നെ ഒരു ഫ്രാക്ഷൻ 1/3. ഇതാണ് ഇതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് എൻ്റെ ആൻസർ. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ എന്തോ ചേർത്തിട്ടാണ് ഈ സംഖ്യ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ബേസ് നമുക്ക് അറിയണം. എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ 3/5 ഇത്രയാണെങ്കിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. 50 കുട്ടികളുടെ 3/5 കുട്ടികൾക്ക് A ഗ്രേഡ് കിട്ടി. എന്നാൽ എത്ര കുട്ടികൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട എത്രയേ ഉള്ളൂ? 50ൻ്റെ എത്രയാണിത്? നമ്മൾ 3/5 കാണണം. അപ്പോൾ 50ൻ്റെ എന്ന് പറയുമ്പോൾ 50ൻ്റെ 3/5 കാണണം. സാധാരണ നമുക്ക് ഇത് വെട്ടിച്ചെറുതൊക്കെ നിങ്ങൾക്ക് അറിയാം, ബേസിക് അറിയാം.
ഇങ്ങനെ ചെയ്യുന്നത് നമ്മളൊക്കെ പണ്ട് പഠിച്ചാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കൽ കുട്ടികൾ ഇത് എളുപ്പം 5 5ൽ ഒരു പ്രാവശ്യം, പിന്നെ 0 10 10 3 30. അപ്പം എത്ര വരും? 30ആണ്. അപ്പം ഈ 50ൻ്റെ 3ൽ 5ൽ 3/5 ഭാഗം എന്ന് പറഞ്ഞാൽ 30ആണ്. ഓക്കെ, അതിൻ്റെ ഇങ്ങനെ ആലോചിക്കാം നമുക്കതിനെ. 50നെ അടി നോക്കുക, 5 കൊണ്ടല്ലേ പറഞ്ഞ്. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 10 10 10 10 10 വരും അല്ലേ? അതാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30ആണ്. ഇങ്ങനെ മനസ്സിലാക്കിയെടുത്താലാണ് നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ക്ലിയർ ആണോ? ഇപ്പം 70 ഇൻറ്റു 70 കുട്ടികളുള്ളതിൽ ഒരു 3/7 ഭാഗം കുട്ടികൾ എന്തിനെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ 70നെ 7 ഭാഗിച്ചാൽ 10 10 10 10 വരും. 7 10 വരും. 7 10 ഉണ്ടാവും. അതിൽ 3 10 എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ 7 10 ഉണ്ടാവില്ല. അതിൽ 3 10ആണ്. അപ്പോൾ എത്ര വരും? അത് 30 തന്നെ വരും. ഇനി 4 ആണെങ്കിലോ 4 10 എടുക്കുക. 5 ആണെങ്കിലോ 5 10 എടുക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഇങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുന്നത്. ഇനി ഇതിന് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ട് നമ്മൾ ഒരു സാധനം സാധാരണ കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഒരു സഞ്ചിയെ 2 സഞ്ചികളിൽ ആക്കി, ചെറിയ 2 സഞ്ചികൾ ഈക്വലായിട്ടുള്ള സഞ്ചികളാക്കി. ആ ഈക്വലായിട്ടുള്ള സഞ്ചികൾ വീണ്ടും ചെറിയ പാക്കറ്റുകളാക്കി, 4 പാക്കറ്റുകളാക്കി, അല്ലെങ്കിൽ 3 പാക്കറ്റുകളാക്കി എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇപ്പം ഞാനൊരു കണക്ക് പറയാം. ഇപ്പോൾ ഇതിൽ ഒരു 5 കിലോ ഉള്ളൊരു സാധനം, അതിനെ ആദ്യം 2 സഞ്ചികളാക്കി. ആ സഞ്ചികളാക്കിയ സാധനം വീണ്ടും ഒരു സഞ്ചിയുള്ള സാധനം 3 ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ഗ്രാം ഉണ്ടാവും? ഇതിപ്പോൾ 5 kg ആണ് വിചാരിച്ചു. 5 kg ആണെങ്കിൽ ഇതിൽ എത്ര ഉണ്ടാവും നോക്കാം. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? ആക്ച്വലി ഇത് നമുക്ക് ഭിന്നസംഖ്യ രീതി ചെയ്ത് നോക്കാം. ഇതിനെ ഒന്നാക്കി എടുക്കാം. ഇതൊന്ന് കൺസെപ്റ്റ് 5 കിലോ 10 കിലോ ഒന്നും വിട്ടേ, ഇതൊന്ന്. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? ഇത് അരയല്ലേ? ഈ ഒന്നിന് 2 ആക്കിയതല്ലേ? അപ്പോൾ ഇത് അരയുണ്ടാവും അല്ലേ? ഇത് അരയാണ്. ഇത് വീണ്ടും അരേനെ എന്താക്കിയതാണ്? ഇത് 1/3 ആണ്. ഇത് 1/3 ആണ്. പക്ഷേ ഇത് 1/3 ആണ്. ഈ അരേൻ്റെ 1/3 ആണേ, ഇതിൻ്റെ 1/3 അല്ല, അരയുടെ 1/3 ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളതിൻ്റെ എത്രയായിരിക്കും ഇത്? ആക്ച്വലി 1ൻ്റെ എത്രയായിരിക്കും ഇത്? 1നെ അരയാക്കിയതിൻ്റെ 1/3 അല്ലേ? അപ്പോൾ 1/2ൻ്റെ 1/3 ആണ്. അപ്പോൾ ഇത് 1/6 ആയിരിക്കും ആക്ച്വലി. അപ്പോൾ നമ്മളിതിനെ എഴുതണം. എന്താ വരിക? ഇത് 1/6 ആണ്. ഇതെല്ലാം എന്താ വരിക? 1/6 ആണ്. ഏതിൻ്റെ 1/6 ആണ്? മുകളിലുള്ളതിൻ്റെ 1/6 ആണ്. ആക്ച്വലി ഇതിൻ്റെ 1/3 ആണെങ്കിലും മുകളിൽ ഒന്നിൻ്റെ എത്രയായിരിക്കും? 1/6 ആയിരിക്കും. ഇനി അവിടെ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇത് 1/6 ആണ് ഉത്തരം കിട്ടി. 1/6 ആണ് ഉത്തരം കിട്ടിയത്. പക്ഷേ അത് എത്രേൻ്റെയാണ്? ഇനി കിലോ ആക്കിയാൽ മതി. അവിടെ 5 കിലോ ആണ്. അപ്പോൾ 5 ഇൻറ്റു, അപ്പോൾ എത്ര വരും? 5/6 ഭാഗം. 5/6 ഭാഗം എന്ന ആൻസർ ഉണ്ട്. എങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് 5000 ഗ്രാം ആക്കിയിട്ട് 5000 ഗ്രാം ബൈ 6നെ എത്ര വയ്ക്കണം? 6നെ ഡിവൈഡ് ചെയ്തിട്ട് എത്ര ഗ്രാമാണ് നമുക്കിവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചോദ്യങ്ങൾ വരാം. ഒന്നുകൂടെ ചെയ്യാം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചിത്രമാക്കി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ പാലിൻ്റെ കുപ്പികളിലേക്കൊക്കെ മാറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് കണക്ക് വരാം. ഇപ്പോൾ ഒരു പാൽ ശേഖരണശാലയിൽ ഇത്ര ലിറ്റർ പാലുണ്ടായിരുന്നു. ആ പാല് പിന്നെ ലിറ്റർ ഒന്നും പറയുന്നില്ല, എത്രയോ ലിറ്റർ പാലുണ്ടായിരുന്നു. ആദ്യം നമ്മൾ 3 ഐഡൻറ്റിക്കലാക്കി വെച്ചു. 3 ഐഡൻറ്റിക്കൽ പാത്രത്തിലേക്ക് നിറച്ച് വെച്ചു. അതിന് ശേഷം ഈ 3 എണ്ണം വീണ്ടും 4 എണ്ണത്തിലേക്ക് മാറ്റി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നത് എത്രയാണ്? ഇതിൽ എത്ര ഭാഗം ഉണ്ടാവും നമ്മൾ നോക്കുക. നമ്മളിതിന് ഒരു 15 ലിറ്റർ എന്നൊക്കെ അവർ പറയും. കൺഫ്യൂസിങ് ആക്കാം. അപ്പോൾ നമ്മൾ 15 ഒന്നും ഇപ്പോൾ എടുക്കേണ്ടിയില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 1 എടുക്കുന്നു. ഇതിനെ നമ്മൾ ഭിന്നസംഖ്യയിലേക്ക് മാറ്റുന്നു. 1 എടുക്കുന്നു. അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 എടുത്താൽ ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്. ഓക്കെ, അപ്പം ഈ 15 ലിറ്റർ നമ്മൾ എടുക്കുന്നില്ലേ? ഇപ്പോൾ 1 എടുക്കുന്ന ബേസിക് കൺസെപ്റ്റ് 1 എടുക്കുന്നു. അപ്പോൾ ഇത് 1/3 ആണ്. ഇനി 1/3നെ എന്താ ചെയ്തത്? വീണ്ടും 4 ആക്കിയതല്ലേ? അപ്പോൾ ശരിക്കും ഇത് 1/4 ആണ്. എന്തിൻ്റെ 1/4 ആണ്? ഇതിൻ്റെ 1/4. പക്ഷേ ഈ 1ൻ്റെ എത്രയാണ് നോക്കുക? 1ൻ്റെ എത്രയാണെന്ന് വെച്ചാൽ 1/3ൻ്റെ 1/4 ആണ്. ദാറ്റ് മീൻസ് 1/12 ആണ്. ഇത് ഓരോന്നും എന്താണ്? 1/12 1/12 1/12 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? എല്ലാം 1/12. 4 ആക്കുമ്പോൾ എല്ലാം 1/12 വരും. അപ്പോൾ ഇത് 1/12 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ആൻസർ കറക്റ്റായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ 15 ആണെന്ന് പറയുകയാണെങ്കിൽ 1/12 ഇൻറ്റു 15. ഇപ്പോൾ ABCD കോളത്തിൽ അപ്പം എ ആൻസർ ഇങ്ങനെ കൊടുക്കാം. 1/12 ഇൻറ്റു 15 അല്ലെങ്കിൽ
12/2 × 15 ഒക്കെ ABCD കോളെല്ലാം കൊടുക്കാം. അപ്പോൾ ആൻസർ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിന് ലിറ്ററിന് നമുക്ക് 5000 മില്ലി ലിറ്ററൊക്കെ ആക്കിയിട്ട് ഉത്തരം അങ്ങനെ പറയാനാണ് അങ്ങനെ ചെയ്യും. ഇപ്പം 15 നമുക്ക് 15,000 മില്ലി ലിറ്ററാണ് അല്ലേ, മില്ലി ലിറ്റർ ബൈ 12. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇതിന് എങ്ങനെയാണ് ഇതിന് ഒരു തട്ടോട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 15നെ 3 ആക്കി എന്നൊക്കെ പറയുമ്പോൾ പോയിന്റ് ദശാംശം എടുത്ത് പോകേണ്ടതില്ല. എന്ത് ചെയ്താൽ മതി, ഇതൊന്നും എടുക്കേണ്ടിയില്ല, ഒന്ന് ഫിക്സ് ചെയ്യുക, ഒന്നൊന്ന് ഫിക്സ് ചെയ്യുക, ബേസിക് ഫോം ഫ്രാക്ഷനിലങ്ങ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞ് നിർത്താതെ ഒരു പാക്കറ്റിനെ നമ്മൾ ആദ്യം 5 ഭാഗത്ത് ഫില്ല് ചെയ്യുന്നു, 5 പാത്രത്തിലേക്ക് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഒരു പാത്രത്തിൽ എത്ര വരും? ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് 1 ആണ്, ഇത് 1/5 ആണ്. ഈ 1/5 വീണ്ടും 2 മാറ്റുമ്പോൾ അത് 1/10 മാറും. ഏതിൻ്റെ 1/10? ഈ 1ൻ്റെ 1/10 മാറും അല്ലേ. ഇതിൻ്റെ 1/2 ആണെങ്കിലും ഇതിൻ്റെ 1/2 ആണെങ്കിലും ഇതിൻ്റെ ഒന്നാമത്തേതിൻ്റെ 1/10 കാരണം എന്താണ്, 1/5ൻ്റെ 1/2 ആണിത്. അപ്പോൾ 1/10 ആണ്. അപ്പോൾ ആൻസർ 1/10 കിട്ടി. ഇനി ഇവരിവിടെ പറയുകയാണ് ഇതിൽ പിന്നെ 100 ലിറ്റർ പാലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യുന്നു 100 × 1/10. ഇനി അതല്ല 10 കിലോ അരി ഉണ്ട് എന്ന് പറഞ്ഞാൽ 10 × 1/10. ഇനി ഇതല്ല അതിൽ വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ഒരു 3.5 ലിറ്റർ വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ ചെയ്യും, 3.5 × 1/10. അപ്പം ഈ ആൻസർ ഈ ഫ്രാക്ഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ എല്ലാ ചോദ്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിതിന് ദശാംശം എടുത്ത് പോയാൽ ബുദ്ധിമുട്ടാവും. ഈ രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ ഭിന്നസംഖ്യയും ദശാംശ സംഖ്യയും ഡെസിമൽസും തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധമുള്ളൊരു സംഭവം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ നമ്മൾ ഒരു കൺഫ്യൂഷൻ വേണം. പഴയ കാലത്ത് ഉപയോഗിച്ചായിരുന്നു ഭിന്നസംഖ്യ. ദശാംശ സംഖ്യ വന്നപ്പോൾ ശരിക്കും ഭിന്നസംഖ്യ ഔട്ടായി. എങ്കിൽ നമുക്ക് പറയാം, നോക്കാം നമുക്ക് എങ്ങനെയാണത് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സ്കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വലിയൊരു സ്കെയിൽ ഞാൻ ഒന്ന് വലുതാക്കി വരയ്ക്കുകയാണ്. നമ്മൾ 0 മുതൽ 1 വരെയുള്ളൊരു ഭാഗം മാത്രം ഞാൻ വലുതാക്കി വരയ്ക്കുകയാണ്. ഇവിടെ 5 എന്നൊരു ഭാഗം ഉണ്ടാവും, ഇവിടെ 1, 2, 3, 4 ഉണ്ടാവും, 6, 7, 8, 9 ഉണ്ടാവും. അപ്പോൾ ഇത് 1, 2, 3, 4, 6, 7, 8, 9, 10, 10നെ നമ്മൾ 1 എന്ന് പറയുന്നത്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ 1 മില്ലിമീറ്റർ എന്നാണ് പറയുക, അറിയാലോ. ഇതിനെ ടോട്ടൽ നമ്മൾ എന്ത് പറയും, ഇതിന് 1 സെൻറ്റിമീറ്റർ എന്ന് പറയും, ശരിയല്ലേ. അങ്ങനെയാണ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെയുണ്ടാവും ഒരു ഭിന്നസംഖ്യനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മളിതിനൊരു കേക്കാക്കി സങ്കല്പിക്കുന്നു, 10 കഷ്ണമാക്കി എന്ന് പറയുന്നു. 10 കഷ്ണത്തിലൊരു കഷ്ണം എത്ര നമ്മൾ പറയും അതിനെ, 1/10 എന്ന് പറയും, ശരിയല്ലേ. 10 കഷ്ണമാക്കി ഒരു കഷ്ണം. ഇനി 2 കഷ്ണം എടുത്താലോ നമ്മളതിനെ 2/10 എന്ന് പറയും അല്ലേ. ഇനി 3 കഷ്ണം എടുത്താലോ നമ്മളതിനെ 3/10 എന്ന് പറയും. ഇനി നമ്മൾ മൊത്തം 8 കഷ്ണം എടുത്തു, 8 കഷ്ണം എടുത്ത് നമ്മൾ എന്ത് പറയും, 8/10 എന്ന് പറയും. ഇനി മൊത്തം എടുത്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും, 10/10 എന്ന് പറയും. അപ്പോൾ 10/10 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതാണ് 1 സെൻറ്റിമീറ്റർ. ഇനി ഇതിനെങ്ങനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കൂ. 1/10 എന്ന് പറയുന്നത് 10ൽ 1 ആണ്. അപ്പം നമ്മളതിനെടുക്കുന്നത് 1 അതിലില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഖ്യ പറയുമ്പം എന്താ പറയുക, 100ൻ്റെ സ്ഥാനം, 10ൻ്റെ സ്ഥാനം, പിന്നെ ഒറ്റയുടെ സ്ഥാനം, 1ൻ്റെ സ്ഥാനം കഴിഞ്ഞു. പിന്നെയും ഇല്ലാത്ത തന്നെയാണ് എന്താ പറയുക, നമ്മൾ 1/10ൻ്റെ സ്ഥാനം, 1/100ൻ്റെ സ്ഥാനം, 1/1000ൻ്റെ സ്ഥാനം എന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ പ്ലേസ് വാല്യൂ പോക്കറ്റിലൊക്കെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ വരും. അപ്പം ഇത് ഒന്നില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ 0 കിട്ടും. പിന്നെ എന്താ ഉള്ളത്, 1/10 എന്നൊരു ഭാഗത്ത് നമ്മൾ എത്ര ഉണ്ട്, 1 ഒറ്റ 1 ഉണ്ട്. ഇനി ഇവിടെ വന്ന് നോക്കിയോ, ഇതിലൊന്ന് നോക്കിയാൽ എത്ര വരും, 0 ആണ്. അവിടെയും 0 തന്നെയാണ്. അവിടെ എന്തുണ്ട്, ഈ 1/10ൻ്റെ ഭാഗത്ത് 2 ഉണ്ട്, 2.2. ഇവിടെ വന്നാൽ 0.3, 0.3. ഇവിടെ വന്നാൽ 0.8. ഇവിടെ വരുമ്പോൾ എന്താണ് വരുന്നത്, ഇവിടെ 10/10 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എന്തോ ഒന്നുണ്ട്. അപ്പോൾ 1.0. എല്ലാ സംഖ്യയിൻ്റെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് 0 ഉണ്ടാവും. പക്ഷെ നമ്മളത് ഇടുന്നില്ല എന്നാണ്. ഇനി ഒരു ഒറ്റ ഒന്നും കൂടി കൂട്ടിയാലോ, ഇവിടുന്ന് ഒരു സ്കെയിൽ ഒന്നുകൂടെ കൂട്ടി. അപ്പോൾ ഇവിടെ 1 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/10 വന്നു. അപ്പോൾ നമ്മളെന്തിനാ പറയാൻ, 1ഉം 1/10 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 1 ഓൾറെഡി വന്നു കഴിഞ്ഞു. 1 നമ്മൾ 1.0 എന്ന് പറയുന്നത്. അപ്പോൾ 1 വന്നു, പിന്നെ ഇതിന് എന്ത് വന്നു, പിന്നെ ഒരു 1/10 കൂടെ വേണം അല്ലേ. 1/10 എങ്ങനെ പറയാം, 1.1. ഇനി ഒന്നുകൂടെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടി വരച്ചു, പിന്നെ 2 ആയില്ലേ. അപ്പോൾ എങ്ങനെ പറയാം, 1ഉം 2/10. അപ്പോൾ എത്ര വരും, 1.2. ഈ തരത്തിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ഡെസിമൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഈ ബേസിക്കായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ 10ൻ്റെ മാത്രം വെച്ചിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 100ൻ്റെ ആകുമ്പോൾ ഇതിലേക്ക് സംഖ്യ കൂടും, 1000-നാണെങ്കിൽ പിന്നെയും കൂടും. പിന്നെ ഏത് സംഖ്യയാണ് വലുത്, ഏത് സംഖ്യയാണ് ചെറുത് എന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഭിന്നസംഖ്യയിലും വരും, അതുപോലെ ഡെസിമലിലും വരും. ഇപ്പം ചില സംഖ്യയിൽ ഡെസിമലും ചോദിക്കും, ഭിന്നസംഖ്യയും ചോദിക്കും. എന്നിട്ട് ഏതാ വലുതെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂസ് ആവരുത്. രണ്ടിനെയും നമുക്ക് ഒന്നെങ്കിൽ ഐദർ ഡെസിമലിലേക്ക് മാറ്റാൻ പറ്റണം, അല്ലെങ്കിൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റണം. ഇനി ഒരു ഭിന്നസംഖ്യ നമുക്ക് ഏകദേശം ഒരു വാല്യൂ എത്ര ഉണ്ടാകുമെന്ന് ഒന്ന് ഊഹിച്ച് പറയുന്നത് ഗസ് ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ 2/5 എന്നത് ഏകദേശം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് പറയാം, 5ൻ്റെ പകുതിയോടടുത്തത്, അല്ലെ 5ൻ്റെ 5 മുഴുവൻ, 5ൻ്റെ വളരെ ചെറിയ ഭാഗം. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുക ഏകദേശം എത്ര വരും നമുക്കിത് കണ്ടാൽ മനസ്സിലാകും. 2/5 എന്ന് പറഞ്ഞാൽ എവിടെയാണ് കിടക്കുന്നത്? 2/5 എന്ന് പറഞ്ഞാൽ എവിടെയാണ് കിടക്കുന്നത് നമ്മളിതിൻ്റെ? അപ്പോൾ നമുക്ക് മനസ്സിലായി 5നെ ഈ 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആക്കി മാറ്റി. നമ്മൾ 5നെ 1/5 ആക്കി മാറ്റി. 1/5 എത്ര കഷ്ണം ഉണ്ടാവും? 5 കഷ്ണമാക്കി. ഒരു സാധനത്തിന് നമ്മൾ 5 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 5 കഷ്ണമാക്കിയിട്ടുണ്ട്. അത് 2 കഷ്ണമാണ് ഇത്, അല്ലേ? അപ്പോൾ ഇത് ഏകദേശം പകുതിനെ എടുത്തു വന്നില്ലേ? പകുതിനടുത്ത് ഇതിനൊരു കഷ്ണം കൂടി കിട്ടിയാൽ എന്തായി? 2.5 കിട്ടിയാൽ പകുതിയായി. അപ്പോൾ ഇത് 5ൻ്റെ പകുതിയോടടുത്ത ഒരു ഭാഗമാണെന്ന് പറയാം. ഇപ്പോൾ ഇതുപോലത്തെ കൺഫ്യൂസിങ് ചോദ്യങ്ങൾ ചിലപ്പം ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 2/10 എന്ന് പറയുമ്പോഴോ, 2/10 പറയുമ്പോൾ പകുതിയാവാൻ ഒരുപാട് സാധ്യതയുണ്ട്, അല്ലേ? ഇതിലിപ്പോൾ ഒരു സംഖ്യേനെ 1/10 ആക്കിയത് എത്ര? 1/10 എത്ര ഉണ്ടാവണം? 10 എഴുതണം. അതിൽ 2 കഷ്ണം മാത്രമാണത്. അപ്പോൾ അത് ചെറുതാണ്. അപ്പോൾ അത് ഏതിനടുത്തേക്ക് നിൽക്കുന്നു? അത് 1/10 വളരെ ചെറിയൊരു ഭാഗമാണ്. ഒരു വലിയ ഭാഗമാണെങ്കിൽ ഇപ്പോൾ 8/10 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 8 ഭാഗങ്ങൾ അതിലുണ്ട്. ഇതിൻ്റെ 10 കഷ്ണം എടുത്തതിൽ 8 കഷ്ണം അതിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അത് വലിയ ഭാഗമാണ്. ഇതിൻ്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 5/10 ആണ്. കറക്റ്റ് 5/10. അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് 10. ഇത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ഫ്രാക്ഷനിലേക്ക് പോകാം. ഇത് 1/2 ആണല്ലോ. 1/2 എന്ന് പറയുമ്പോൾ ഹാഫ്. ഇത്തരം ചോദ്യങ്ങൾ ചിലപ്പം കാണാം. ഒരു കോൺക്രീറ്റ് ആൻസർ ഉണ്ടാവില്ല, പക്ഷേ ആ ആൻസറിലേക്ക് എത്താനുള്ള ചില ചോദ്യങ്ങളായിട്ട് പറയാം. ഇതിനൊന്ന് ഗസ് ചെയ്യാൻ പറയും, എത്രയാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം 12/32 ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പം 16 അല്ലേ? 16ൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് 12. അപ്പോൾ നമുക്കതിന് പകുതിയിൽ കുറവ്, പകുതിയിൽ കൂടുതൽ എന്ന രീതിയിലേക്ക് നമുക്കിതിനെ ഗസ് ചെയ്യാൻ പറ്റണം. ഒരു ഭിന്നസംഖ്യയെ നമുക്ക് ഒന്ന് ഗസ് ചെയ്ത് പറയുക, എത്രയാണ് ഊഹിച്ച് നമുക്ക് ഏകദേശം എത്രയാണെന്ന് പറയാൻ പറ്റുന്ന ചില ചോദ്യങ്ങളും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, മറ്റൊരു ബേസിക് സംഖ്യയായിട്ട് വരുന്ന ചോദ്യം ഇങ്ങനെയാണ്. ഒരു സംഖ്യയുടെ ഇപ്പം ഒരു 2നെ എങ്ങനെ നിങ്ങൾക്ക് 4 ആക്കി മാറ്റാം? നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. 2നെ 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി നേരെ തിരിച്ചു വയ്ക്കുകയാണ്, 4നെ 2 ആക്കാൻ എന്ത് ചെയ്യണം? അപ്പം 4നെ 2 ആക്കണമെങ്കിൽ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതെങ്ങനെ കിട്ടി എന്ന ചോദ്യം. ഇപ്പം 3നെ 1 ആക്കണം, എന്ത് ചെയ്യണം? 3നെ 1 ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം? അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എന്നുള്ള സംഖ്യയെ നമ്മൾ 1 ആക്കി എഴുതി, അല്ലേ? അപ്പോൾ അത് 3 കഷ്ണാക്കി. അപ്പം ഈ 1 ആക്കി മാറ്റണമെങ്കിൽ ഇതിനെ 1/3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മനസ്സിലായോ? ഇനി ഇത് 3നെ 2 ആക്കി മാറ്റണം എന്ന് പറയുകയാണെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3നെ 1 ആക്കി എഴുതി. അപ്പോൾ ഇവിടുത്തെ 2 അല്ല വേണ്ടത്. അപ്പോൾ 2/3 കൊണ്ടാണ് ഗുണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 4നെ നമ്മൾ 2 ആക്കിയത് എങ്ങനെയാണ്? 4 നമ്മൾ 1 ആക്കി, 4 1 ആക്കി വെച്ചു. അപ്പം 4 നമുക്ക് എത്രയാക്കേണ്ടത്? 2 ആക്കേണ്ടത്, അല്ലേ? അപ്പോൾ 2/4 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. 2/4 ചെറുതാക്കി എത്ര വരും? 1/2 അല്ലേ? ഈ ഒരു കണക്ക് ചോദിക്കാം. കുറച്ചുകൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നോക്കട്ടെ, 5നെ
എങ്ങനെ 3 ആക്കാം, 5നെ എങ്ങനെ 3 ആക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 എന്ന് പറഞ്ഞാൽ 1 1 1 1 1 അല്ലേ. അപ്പോൾ ഈ 5 ഒന്നുകൾ ചേർന്നാണ് 5. അപ്പോൾ 5നെ 3 ആക്കണമെങ്കിൽ ഇവിടെ 3 എടുക്കുക, 3/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ക്ലിയർ ആണോ? 3/5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഇനി 5നെ 4 ആക്കണമെങ്കിലോ 4/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ. ഇനി ഒന്നുകൂടി വരേണ്ട, 5നെ 5 ആക്കാൻ എന്ത് ചെയ്യണം? 5നെ 5 ആക്കണമെങ്കിൽ ഒന്നും ചെയ്യേണ്ടില്ലല്ലോ. 5നെ 5 ആക്കണം, 5/5 കൊണ്ട് ഗുണിക്കുക. 5/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കൊണ്ട് ഗുണിക്കുക. ഇത്തരം ചേഞ്ചസ് വളരെ സിമ്പിളാണ്, പക്ഷേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സാധനമുണ്ട്. നോക്കിക്കോ, ഇപ്പം 3നെ 14 ആക്കണം, അല്ലെങ്കിൽ 3നെ 14 ആക്കണം. ഇപ്പം എന്ത് ചെയ്യും? 3നെ 12 ആക്കാൻ നിങ്ങൾക്കറിയാം. 12 ആക്കാൻ നമുക്കറിയാം 3 4 12 ആണ് അല്ലേ. 3 4 12 ആണ്. 12 കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. ഈ 2ലേക്ക് വരണം. അപ്പോൾ 3നെ പിന്നത്തെ ഓപ്ഷൻ 3നെ 2 ആക്കലാണ് അല്ലേ. 3നെ നമ്മൾ 14ലേക്ക് അവനെ 12 ആക്കി വെച്ചു. ഇനിയിപ്പം 3നെ 2 ആക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 3നെ നമ്മൾ 3 ആക്കി വെച്ചു. 3നെ 3 ആക്കി വെച്ചിട്ട് അതിൽ 2 ആക്കി മാറ്റേണ്ട എന്ത് ചെയ്യണം? 2/3 കൊണ്ട് ഗുണിക്കും. സിമ്പിൾ. അപ്പോൾ ആൻസർ എത്രയാണ്? ഇവിടെ 4 2/3 കൊണ്ട് ഗുണിച്ചാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ 4നെ 15 ആക്കണം, 18 ആക്കണം. 4നെ 18 ആക്കണം. അപ്പോൾ നമുക്കറിയാം 4നെ നേരിട്ട് 18 ആക്കാൻ പറ്റില്ല. അപ്പോൾ 4നെ നമുക്ക് 4 കൊണ്ട് ഗുണിച്ചാൽ 16 ആവും അല്ലേ. 16 ആയ ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. ഇനി പിന്നെ നമ്മൾ 4നെ എന്താക്കേണ്ടത്? 2 ആക്കി മാറ്റണം ആലോചിക്കുക. 4 2 ആക്കി മാറ്റാൻ ഞാൻ പറഞ്ഞു, 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഒന്നുകളാണ്. അപ്പോൾ 4 ഒന്നുകളിനെ 2 എടുക്കുമ്പോൾ 2/4 കൊണ്ട് ഗുണിക്കണം. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അല്ലേ. അപ്പം ഇതിനെ 4നെ 18ലേക്ക് 18 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ആദ്യം നമ്മൾ എത്ര എടുത്തത്? 4 അല്ലേ. ആ 4 ഇടുക, 4ഉം പിന്നെ ഒരു 1/2. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ ചെയ്യാം. 5നെ 19 ആക്കണം, കുടുങ്ങിയില്ലേ. 20 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായി ഏറ്റവും അടുത്ത് 5 3 5 15. ഓക്കെ, 15 ആക്കി ബാക്കി എത്രയുണ്ട്? 4 ഉണ്ട്. ഇനി 5നെ നമുക്ക് 4 ആക്കാൻ വേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ 5നെ 4 ആക്കണമെങ്കിൽ ഒന്നും ചെയ്യണില്ല. 5 1 1 1 1 അതിൽ 4 എടുക്കുക, 4 ആക്കണം. അപ്പം 4/5 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്ര കിട്ടി? 4/5 ഈ 3. അപ്പം ആദ്യം 3 3 15, പിന്നെ ഒരു 4/5. അപ്പം 5നെ 19 ആക്കണമെങ്കിൽ 3 4/5 കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. ഈ ഇവിടെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഏതുകൊണ്ട് ഗുണിച്ചാൽ 19 ആക്കാം, 19നെ 5 ആക്കാം അങ്ങനെ ചോദിക്കാം. ഇപ്പം നേരെ തിരിച്ചിട്ട് ഇപ്പം 19നെ എങ്ങനെ 5 ആക്കാം? 19നെ എങ്ങനെ 5 ആക്കാം? അപ്പോൾ നമ്മൾ ആദ്യം 19നെ നമുക്ക് മനസ്സിലായി എത്രയാണ്, ചെറുതാക്കാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 19നെ 5 ആക്കണം എന്നുണ്ടെങ്കിൽ 19 എന്ന് പറഞ്ഞാൽ 19 എണ്ണമാണ് അല്ലേ. 19 ഒന്നുകളാണ്. 19 എണ്ണത്തിൽ എത്ര ആക്കണം? 5 എണ്ണം എടുക്കണം. അപ്പോൾ 5/19. വേറൊരു പണിയില്ല, 5/19 ആക്കുക. അപ്പോൾ എത്രയായി? ചെറുതായി. 5/19 ചെറുതായി. ഇത് തിരിച്ച് ഇത് എടുത്ത് 3 5 15 49. ഇത് 19/5 ആണ് അല്ലേ. തിരിച്ചാകാൻ 19/5. ഇതിൻ്റെ ഇൻവേഴ്സൽ വിൽക്രമം എന്നറിയില്ലേ, അതാണ് എന്ത്? 5/9. തിരിച്ചാക്കണമെങ്കിൽ ഇനി തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഈ വലിയ സംഖ്യ താഴോട്ടാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. ടോട്ടൽ എത്രയാണ് നോക്കുക. ഇതിപ്പം ഒരു 17നെ 3 ആക്കണം. ഒരു പണിയില്ല. എന്താണ്? 17നെ 3 ആക്കണേ 3/17 കൊണ്ട് ഗുണിക്കുക. ഇനി 3നെ 17 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തിരിച്ചിട്ടാൽ മതി. 17/3 കൊണ്ട് ഗുണിക്കുക. ഇതെങ്ങനെ വന്നെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ. ക്ലിയർ അല്ലേ? 17 എന്ന് പറയുമ്പോൾ 17 എണ്ണമാണ്. അതിൽ 3 എണ്ണാക്കുക, 3/17 ഗുണിക്കുക.
ഇനി ഇതിനെ തിരിച്ച് ഇങ്ങോട്ടാക്കേണ്ടി വരുമ്പോൾ ഈ സാധനത്തിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പം 17നെ 3/17 കൊണ്ട് ഗുണിച്ചപ്പോൾ 3 കിട്ടിയെങ്കിൽ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 17 കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇപ്പം 5 എന്നത് എങ്ങനെയാണ് 12ലേക്ക് ആവുന്നത്, 5 എങ്ങനെയാണ് 12ലേക്ക് ആവുക പറഞ്ഞാൽ ആദ്യം നമ്മൾ 5നെ 2 കൊണ്ട് ഗുണിച്ചു 10 ആക്കിയാൽ ബാക്കി നമുക്ക് 2 കിട്ടി. പിന്നെ നമുക്ക് 5നെ 2 ആക്കാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചാൽ മതി. 5 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 2 3 4 5 ആണ്. അതിൽ 2 എന്ന് പറയുമ്പോൾ 2/5 ആണ്. അപ്പോൾ ടോട്ടൽ ഉത്തരം എത്ര വരും? 2/5. ഇനി തിരിച്ചിട്ട് 12നെ എങ്ങനെയാണ് 5 ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് ഈ സംഭവം 2 5 10 2 12/5 ഇത് വരുന്നത്. നേരെ തിരിച്ചിട്ട് 5/12 ആക്കിയാൽ മതി. നമ്മൾ പറഞ്ഞു 12 ഒന്നുകളാണ്, 5 എടുത്താൽ 5/12. ആൻസർ ഇങ്ങനെയും കണ്ടുപിടിക്കാം.